ഓക്കെ, സ്ക്രീന് പ്രസന്റ്. സ്ക്രീൻ എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. ഇതായിരുന്നു നമ്മളെ സൈക്കോമെട്രിക് ചാർട്ട് വരുന്നത്. സൈക്കോമെട്രിക് ചാർട്ട് നമുക്ക് എപ്പോഴായിരുന്നു ഉപയോഗിക്കാൻ പറ്റുക? അറ്റ്മോസ്ഫറിക് അറ്റ്മോസ്ഫറിക് പ്രഷറിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിരിക്കുന്നതെങ്കിൽ മാത്രമേ നമുക്ക് ഏത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, നമ്മുടെ സൈക്കോമെട്രിക് ചാർട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കുറച്ചൊന്ന് സൂം ഒക്കെ ചെയ്ത് നോക്കിക്കോ, എന്നാലേ കാണാൻ പറ്റുള്ളൂ. സൈക്കോമെട്രിക് ചാർട്ട് ഫുൾ വരകളാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക. ഇതിന്റെ ഒരു പ്രോബ്ലം അല്ല, നമ്മൾ ജസ്റ്റ് ഈ ചാർട്ടിനെ പറ്റിയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ നോക്കി തന്നാൽ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മളുടെ ഏറ്റവും അടിയിൽ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞ സാധനം, അതായത് ഈ ഒരു ഭാഗം എക്സ് ആക്സിസിലുള്ളതാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അത് വരുന്നത് വെച്ചാൽ -5 തൊട്ട് ഓരോ ചാർട്ടിൻ്റെ അകത്ത് ഓരോന്നായിരിക്കും. ഇപ്പം ഇതിൻ്റെ അകത്തുള്ളത് -5, 0, പിന്നെ 5, 10, 15, 20, 25, 30, 35, അങ്ങനെ 43 വരെ ഉണ്ട്. അതിന് വേറെ ഏതെങ്കിലും ഡാറ്റ ബുക്ക് എടുത്താൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടെമ്പറേച്ചർ റീഡിംഗ് ആയിരിക്കും ഉണ്ടാവും. ചിലപ്പോൾ -0 തൊട്ടായിരിക്കും അതിൻ്റെ അകത്ത് തുടങ്ങിയിട്ടുണ്ടാവും. അതൊന്നും വിഷയമല്ല. നമ്മളെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഈ ഒരു ഡാറ്റ ബുക്കിൻ്റെ അകത്തുള്ള ബേസ് ആയിട്ടില്ല. അതേപോലെ തന്നെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ വരുന്നത് ഒന്നുകൂടെ നോക്കുക. ഇങ്ങനെ കർവ് വന്നിട്ടുള്ള ലൈനിൻ്റെ അകത്താണ് നമുക്ക് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ തന്നിട്ടുള്ളത്. ഈ ഒരു കർവിലേക്ക് മാത്രം നോക്കിയാൽ, കർവിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇതേപോലെ -5, 0, 5, 10, 15, 20 ഈ ഒരു രീതിയിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഈ ഒരു കർവിന് വേറൊരു പേരും കൂടി ഉണ്ട്. ഒന്നിക്കൽ വെറ്റ് ബൾബ് എന്ന് ടെമ്പറേച്ചർ എന്ന് പറയും, അതല്ലെങ്കിൽ ഡ്യൂ പോയിന്റ് അല്ലെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്നും പറയും. ഓക്കെ, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഒക്കെ നമ്മൾ ഈ സെയിം ലൈനിൻ്റെ അകത്ത് നിന്നാണ് നോക്കിയെടുക്കുന്നത്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, അതിന്റെ യൂണിറ്റ് വരുന്നത് കിലോ ജൂൾ പെർ കിലോഗ്രാം എന്നാണ് ഇതിൻ്റെ അകത്തുള്ളത്. അത് തെറ്റാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറെ പച്ച കളർ ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ലൈന് കാണാം. നമ്മളെ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന്റെ പാരലായിട്ട് കുറെ പച്ച കളർ ലൈൻ ഇങ്ങനെ ചെരിഞ്ഞിട്ട് പോകുന്നത്. ഈ കാണുന്ന ലൈനിന്റെ പേരാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അത് പെർസെൻറ്റേജിന്റെ ടേംസിലാണ് തന്നിട്ടുണ്ടാവുക. പിന്നെ നമുക്ക് അറിയാനുള്ള എന്താ എൻതാൽപ്പി. എൻതാൽപ്പിന്റെ നിങ്ങൾക്ക് ഇവിടെ കുറെ സ്മോൾ സ്കെയില് കാണാം. നമ്മൾ ചിത്രം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റ സ്കെയിലായിട്ട് ഇങ്ങനെ വരച്ചാൽ മതി. ഈ കാണുന്ന പോലെ ഇങ്ങനെ ഡിവിഷൻ ഒന്നും ചെയ്യണ്ട, ഓരോ പാർട്ടായിട്ടൊന്നും വരക്കേണ്ട ആവശ്യമില്ല. സിംഗിൾ ആയിട്ട് നമുക്ക് ഒറ്റ ലൈൻ വരച്ചാൽ മതി, എൻതാൽപ്പിന്റെ ലൈൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മളെ മെയിൻ ആയിട്ട് ഈ ഗ്രാഫിന്റെ അകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട്, അതാണ് ഈ പർപ്പിൾ കളർ ലൈൻ വരുന്നത്. ഇങ്ങനെ എന്താണ് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ, മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ യൂണിറ്റ് തന്നിട്ടുള്ളത്. മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം എന്ന് വെച്ചാൽ വോളിയം ഡിവൈഡ് ബൈ മാസ്. വോളിയം ബൈ മാസിനെ നമ്മൾ പറയുന്നത് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ വേണമെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും. എല്ലാ സാധനത്തിൻ്റെയും കളർ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇവർ കാണിച്ചു തന്നിട്ടുണ്ട്. ഗ്രീൻ കളർ വരുന്നത് കോൺസ്റ്റന്റ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. റെഡ് കളർ വരുന്നത് കോൺസ്റ്റന്റ് എൻതാൽപ്പി എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഈ പർപ്പിൾ കളർ ഇപ്പം പറഞ്ഞത് സ്പെസിഫിക് വോളിയം ആണ് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഒരു മഞ്ഞ കളർ ലൈൻ, അത് നമ്മൾ ആവശ്യമില്ലാത്തതാണ്. ഇങ്ങനെ ഒരു വൃത്തികെട്ട ലൈനും കൂടി ഉണ്ട്. ഈ ലൈനിന്റെ ആവശ്യം നമുക്കില്ല, നമ്മുടെ പ്രോബ്ലത്തിന്റെ അകത്തോ ഒന്നിൻ്റെ അകത്തോ നമുക്ക് ആവശ്യമില്ലാത്ത. അപ്പൊ ലാസ്റ്റത്തെ വിട്ടെ എൻതാൽപ്പി ഡീവിയേഷൻ ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് അറിയേണ്ടത് ആ 3 ലൈനുകൾ മാത്രം അറിഞ്ഞാൽ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നു, ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും 60% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള പോയിന്റ് ഇതിൻ്റെ അകത്ത് എവിടെയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സിമ്പിളാണ്. 20 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ തന്നിട്ടില്ല. അതായത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കിടക്കുന്നത് എവിടെയാണ്? ഈ ഒരു പോയിന്റിലാണുള്ളത്. അപ്പൊ അവിടെ നിന്ന് നീട്ടിയൊരു ലൈൻ വരക്കുക, കുത്തനെ മുകളിലോട്ടേക്ക് ഒരു ലൈൻ അങ്ങ് വരച്ചു. ഓക്കെ, അതേപോലെ തന്നെ 60% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിന്റെ ലൈന് വരുന്നത് എവിടുന്ന? ഈ ഒരു ഗ്രീൻ കളർ ലൈനാണ്, ഇങ്ങനെ കർവായിട്ട് വരുന്നത്.
അപ്പൊ അതും ഇതും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഏത് പോയിന്റിലാണ്? രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആ പോയിന്റ് വരുന്നത് 60യും 20യും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ്. 60, 20 പോയിന്റ് എവിടെ മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഹൈലൈറ്റർ വെച്ച് നോക്കാം. ആ ഹൈലൈറ്റർ വെച്ചിട്ടുള്ള ഒരു യെല്ലോ കളർ ഷെയ്ഡ് അവിടെ വന്നിട്ടുണ്ടാവും. ആ ഒരു പോയിന്റിലാണ് നമ്മളെ അടുത്ത ഭാഗത്ത് അല്ല, മേലെയും താഴെയും ഒരേപോലെ 20 വരുന്ന അതിന്റെ തൊട്ടിപ്പുറത്തെ സ്ട്രൈറ്റ് ലൈനാണ്. മേലെയും താഴെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ, മാച്ചിൽ രണ്ടാമത് മാർക്ക് ചെയ്യാം. $20°C ശരിക്കും പറഞ്ഞാൽ ലൈന് വരുന്ന ഇതാണല്ലേ. ഇവിടുന്ന് തൊട്ട് മുകളിലും താഴത്തും സെയിം 20 ആണ്. ഞാൻ ഫിഗർ ചെറുങ്ങനെ ചെരിഞ്ഞിട്ടാണല്ലോ, അതുകൊണ്ടാണ് എൻ്റെ അടിക്കും ചെരിഞ്ഞു പോയത്. മുകളിലും താഴത്തും 20 വരുന്നത് ഈ ഒരു ലൈനാണ്. അതാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മാത്രമേ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാവേ, അപ്പുറത്തെ സാധനം നോക്കിയേക്കല്ല. പിന്നെ 60% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വരുന്ന ലൈന് അത് ഇങ്ങോട്ടേക്കും വന്നിട്ട് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഇതാണ്, ഈ ഒരു പോയിന്റ്. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിനാണ് നമ്മളെ ഇപ്പം പറഞ്ഞ സാധനം വരുന്നത്. ഇപ്പം പറഞ്ഞ ടേംസ് എന്തൊക്കെയാണ്? 60% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും 20°C ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ആ ഒരു പോയിന്റിനാണ് ഞാനിപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. യെല്ലോ കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇതല്ല, ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തന്നതായിരിക്കും. ഈ സംഭവത്തിന് പകരം ഞങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുള്ളത് ഒരു 32°C വെറ്റ് ബൾബ് ടെമ്പറേച്ചറും 32°C വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഒരു 40°C ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും. 32 വേണ്ട, ഒരു 22 എടുത്ത് നോക്കാം. 22°C വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആണ്. അതേപോലെ തന്നെ ഒരു 35°C ആണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയെന്നായിരിക്കും. ആ പോയിന്റ് മാർക്ക് ചെയ്യാനാണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുള്ളത്. ആ പർട്ടിക്കുലർ പോയിന്റിലുള്ള എയറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ നമ്മളെ സ്ലിംഗ് സൈക്കോമീറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തെർമോമീറ്ററിന്റെ അകത്ത് 35°C കിട്ടും. അതേപോലെ തന്നെ കോട്ടൺ തുണി വെച്ചിട്ട് നനച്ചിട്ടുള്ള തുണി അതിന്റെ മുമ്പിൽ വെച്ചിട്ടുള്ളതിന്റെ അകത്ത് 22°C കിട്ടും. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് നമുക്ക് നോക്കാം. 35°C ആണ് ഡ്രൈ ബൾബ് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ നിർത്തും. 35ന്റെ അടിക്കുന്ന ഞാൻ ഇങ്ങനെ മുകളിലോട്ടേക്ക് വരാം. ചെറിയൊരു അലൈൻമെന്റ് വ്യത്യാസമൊക്കെ ഉണ്ടാവും, അതൊന്നും മൈൻഡ് ആക്കണ്ട. ഓക്കെ, 35°C ലൈൻ ഞാൻ വെറുതെ ഒന്ന് നീട്ടി വരച്ചു. ഇനി നമ്മുടെ പറഞ്ഞിട്ടുള്ള 22°C ആണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ വരുന്നത്. വെറ്റ് ബൾബ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 20 വരുന്നത് ഈ പോയിന്റിലാണ്. 22 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇവിടെ വരും. ഹൈലൈറ്റർ വെച്ച് കാണിച്ചുതരാം. 20°C ഇവിടെ വരുന്നത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. 22 എന്ന് വെച്ചാൽ 2 ഡിവിഷൻ മുകളിലോട്ടേക്ക് പോകണം. അപ്പൊ ഈ ഒരു പോയിന്റിലാണ്, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് 22°C ഉള്ളത്. അപ്പൊ 22°C അകത്തുനിന്ന് നമുക്ക് അടുത്ത ലൈന് വരക്കണം എന്നാണ് അർത്ഥം. എങ്ങോട്ടേക്കാണ് വരക്കേണ്ടത്? വെറ്റ് ബൾബ് ഇപ്പോഴും വരയ്ക്കുന്ന സമയത്ത് നമ്മളൊരു ചെറിയൊരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. വെറ്റ് ബൾബിന്റെ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ലൈനാണ്, കുത്തനെ താഴത്തേക്ക് ഇറക്കി വെക്കരുത്. വെറ്റ് ബൾബിന്റെ ലൈൻ എപ്പോഴും ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ്ടാവും. ഇപ്പൊ 2 ലൈനും കാണാൻ പറ്റേണ്ടത് വിചാരിക്കുന്നു. രണ്ടും കൂടി കൂട്ടിമുട്ടിയ പോയിന്റ് ഏതാണ്? ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടിയ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആണ്. ഇനി അവിടുത്തെ എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അവിടുത്തെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്പെസിഫിക് ഹ്യൂമിഡിറ്റി നമുക്ക് അറിയണം. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അറിയണമെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന്
നേരെ ഇങ്ങോട്ടേക്ക് എടുക്കുക. ഏതാണ്ട് വരുന്നത് 0.012ന്റെയും തൊട്ടടുത്താണ്. അപ്പൊ 0.010വും 0.012ന്റെയും ഇടയിൽ എത്ര ഡിവിഷൻ ഉണ്ട് നോക്കി. 1, 2, 3, 4, 5 ഡിവിഷൻ ഉണ്ട്. അപ്പൊ എത്ര വരിക? 0.018 അല്ലേ? സ്പെസിഫിക് ഹ്യൂമിഡിറ്റി വരുന്നത് 0.018 ആണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് പറയാം. ഇനി നമ്മൾക്ക് എന്താൽപ്പിയാണ് ചോദിച്ചിട്ടുള്ളതായിരിക്കും. എന്താൽപ്പിയാണെങ്കിൽ നമ്മൾ ഇടത്തേക്ക് വരച്ചാൽ മതി. സെയിം സാധനത്തിന് ആ പോയിന്റിന് അടിക്കുന്നത്, നമ്മളിപ്പോ കിട്ടിയ പോയിന്റിന് അടിക്കുന്നത്, നമുക്ക് കിട്ടിയ പോയിന്റ് നേരെ അങ്ങോട്ടേക്ക് പോയിക്കോളാം. എന്താൽപ്പിന്റെ ലൈനിലേക്ക്. എന്താൽപ്പിന്റെ സ്കെയില് വരുന്നത് ഇവിടത്തേക്കാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് വരച്ചു. ഏതാണ്ട് എനിക്ക് അവിടെ കിട്ടി. അത് 65 65ന്റെ തൊട്ട് മുമ്പിൽ 60ഉം 65ന്റെ ഇടയിൽ, 60ഉം 65ന്റെ ഇടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വരും? 60, 61, 62, 63, 64. അപ്പൊ ആ വാല്യൂ നമുക്ക് കിട്ടി. 64 നമ്മളെ എന്താൽപ്പി വരുന്നത്. നമ്മുടെ ചോദിച്ചിട്ടുള്ള അവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്രയാണെന്ന് ചോദിച്ചതായിരിക്കും. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ചോദിച്ചാൽ ഒന്നും പഠിക്കാനില്ല, നേരെ എന്ത് ചെയ്തോളാം, ചെരിഞ്ഞിട്ടുള്ള കർവ് ലൈനിനെയാണ് നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു ലൈന്, ഇതിന്റെ ഇടയിൽ പോകുന്ന ഇങ്ങനെയുള്ള ലൈനിനെയാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അതിന്റെ താഴത്തെ ലൈൻ എന്ന് വെച്ചാൽ 30%, മുകളിലത്തെ 35 ആണ്. ഇത് ഇൻ ബിറ്റ്വീൻ ആണല്ലോ. അപ്പൊ എത്രയായിരിക്കും? 32 ഏതാണ്ട് വാല്യൂ എടുത്താൽ മതി. 32.5% ആണ് അവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വരിക. അങ്ങനെയാണ് നമ്മൾ ഈ ഗ്രാഫിനെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്. ഏതൊരു പോയിന്റ് കിട്ടിയാലും നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ള എല്ലാ സാധനത്തിന്റെയും പേര്, വാല്യൂസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. അവിടുത്തെ നമ്മളെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ചോദിച്ചൊരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഇതൊക്കെ റബ്ബ് ചെയ്ത് കളയാണ്ട് ഞങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഞാൻ തരികയാണ്. ആ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10, 15, 16 കൊടുക്കാം. 16 ഡിഗ്രി സെൽഷ്യസ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. പിന്നെ അവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എനിക്ക് തന്നിട്ടുള്ളത് 55%, 55% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇങ്ങനെയുള്ള സ്ഥലത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് 2 വാല്യൂസ് തന്നിട്ടുള്ള വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഏതെങ്കിലും 2 കാര്യങ്ങൾ തരാണ്ട് നമുക്ക് ഇതിനകത്ത് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു പോയിന്റ് മാത്രം കിട്ടിയതിനെ കൊണ്ട് നമുക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. 2 കാര്യങ്ങൾ നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ അത് തന്നിരിക്കും എന്തായാലും. അപ്പൊ നമ്മൾ നോക്കുക, ആദ്യം തന്നെ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന്റെ ലൈൻ വരുന്നത്, വെറ്റ് ബൾബിന്റെ ടെമ്പറേച്ചർ ലൈൻ വരുന്നത് ഇങ്ങനെയാണ്. 5, 10, 15, 20, 25, 30, പിന്നെ ഇങ്ങനെ 35, 40 ആ രീതിയിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിന്റെ ലൈൻ വരുന്നത് ഈ ഒരു കർവാണ്. ഫുൾ ഗ്രീൻ കളറിൽ വരുന്ന ഈ കർവിനാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് തന്നിരിക്കുന്ന പോയിന്റ്സ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാലോ. 16 ഡിഗ്രി സെൽഷ്യസ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. 15 നമുക്ക് ഇവിടെ കണ്ടു. 16 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 16 ഡിഗ്രി സെൽഷ്യസ്. 16 ഡിഗ്രി സെൽഷ്യസിന്റെ അകത്ത് ഞാൻ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻ വരച്ചു. കാണാൻ പറ്റും, ഒരു ഗ്രീൻ കളർ ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന്റെ ലൈൻ ഏതാ റെഡ് കളർ ലൈനിന്റെ ചേർത്തിട്ടുണ്ട്. ഞാൻ ഗ്രീൻ കളർ ലൈൻ വരച്ചിട്ടുണ്ട്. 16 ഡിഗ്രി സെൽഷ്യസ് ആയി. ഇനി 55 ഡിഗ്രി സെൽഷ്യസ്, 55 ഡിഗ്രി സെൽഷ്യസിന്റെ ലൈൻ ഞാൻ 55 എന്ന് പറയുന്നത് അവിടെയാണ്. 50, 55, 55ന്റെ ലൈൻ വരുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് ഓ കേട്ടില്ല, ബ്രേക്ക് ആയിട്ടാ കേട്ടെ. എന്താ പറഞ്ഞത്? ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് വരുന്നത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ്.
കാണാൻ പറ്റുമായിരിക്കും. രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് അവിടെ കാണാം. ഇനി അവിടുത്തെ എന്ത് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം, ധൈര്യമായിട്ട് കണ്ടുപിടിക്കാം. എന്താ അതിനിടയ്ക്ക് ചോദിച്ചിട്ടുള്ളത് എന്താൽപ്പി കണ്ടുപിടിക്കാൻ പറഞ്ഞു. ആ പർട്ടിക്കുലർ പോയിന്റിലുള്ള എന്താൽപ്പി എത്രയാണ് ചോദ്യം വന്നു. ധൈര്യമായിട്ട് ഞാൻ കണ്ടുപിടിക്കും. അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ഈ ഒരു പോയിന്റ് ഞാൻ സ്ട്രെയിറ്റ് ഇങ്ങോട്ടേക്ക് വരും. ആ സ്പോട്ടിൽ എനിക്ക് കിട്ടും അവിടുത്തെ എന്താൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്, 45 ആണ് അവിടുത്തെ എന്താൽപ്പി വാല്യൂ വരുന്നത്. അവിടുത്തെ എൻ്റെ അടുത്ത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എത്രയാണെന്ന് ചോദിച്ചു. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൊണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചാൽ മതി. സ്പെസിഫിക് ഹ്യൂമിഡിറ്റിന്റെ ലൈനിലേക്ക് ഒറ്റ പോക്ക്. ഇവിടെ എനിക്ക് കിട്ടും 0.008ഉം 0.001ഉം. അതിന്റെ ഇടയിൽ 2 ഡിവിഷൻ കുറവുണ്ട്. എത്ര വരും? 0.008 2 ഡിവിഷനാ കുറവ്. അപ്പൊ 86 0.0086 എന്നിട്ട് എനിക്ക് കിട്ടി. ഇവിടുത്തെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എത്രയാണെന്ന് എന്നോട് ചോദിച്ചു. എന്നാലും ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ചോദിച്ചു. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എനിക്കറിയാം, നേരെ താഴത്തുള്ളതാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. നേരെ താഴത്തേക്ക് പോയി. അപ്പൊ 20 കഴിഞ്ഞിട്ട് ഒരു ഡിവിഷനാണ്. 20 കഴിഞ്ഞിട്ട് ഒരു ഡിവിഷൻ എന്ന് വെച്ചാൽ 21 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ഇപ്പൊ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് ആ 2 വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. ആ പോയിന്റ് നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന ശരിക്കുള്ള സ്ഥലം. ആ സ്ഥലത്ത് നിന്ന് തന്നെ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും ധൈര്യമായിട്ട്. ഇതാണ് നമ്മളെ എന്ത് വരുന്നത്, സൈക്കോമെട്രിക് ചാർട്ട് വെച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഇതിന്റെ തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്നതായിരുന്നു. ഈ സെയിം സാധനം തന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇക്വേഷൻ വെച്ചിട്ടായിരുന്നു. ഈ ഒരു പ്രോബ്ലത്തിന്റെ നമ്മൾ ധൈര്യമായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ചാർട്ടിന്റെ അകത്ത് വെറുതെ വരച്ചിട്ടാൽ മാത്രം മതി. ഇനി ഇതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, നമ്മളെ ആൻസർ ഷീറ്റിലേക്ക് എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇപ്പൊ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ ആണ്, 16 ഡിഗ്രി സെൽഷ്യസ്. ഈ സെയിം ക്വസ്റ്റ്യനെ ഞാൻ ആൻസർ ഷീറ്റിലേക്ക് എങ്ങനെയാണ് മാറ്റുന്നതെന്നാണേ. നമുക്ക് തന്നിട്ടുണ്ട്, എനിക്ക് 16 ഡിഗ്രി സെൽഷ്യസ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആണ് തന്നിട്ടുണ്ട്. പിന്നെ 55% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടത്തുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ എന്ത് ചെയ്തോളാം, ഞാൻ ഒരു നമ്മളെ കൊണ്ടാകുന്ന വൃത്തിയിൽ ആദ്യം എന്ത് ചെയ്തോളാം, സൈക്കോമെട്രിക് ചാർട്ട് അങ്ങ് വരച്ചോളാം. ചാർട്ടിന്റെ ഏതാണ്ട് രൂപം വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് നമ്മളെ ചാർട്ട് വരുന്നത്. താഴത്ത് വരുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, ഇവിടെ വരുന്നത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, റൈറ്റ് സൈഡിൽ വരുന്ന സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, പിന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എല്ലാം ഉണ്ട്. എന്ത് ചെയ്തോളാം, ഫസ്റ്റിലേത്തെ സാധനം എടുത്തോളാം. ഏത്, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 16 വരുന്നത് ഇവിടെയാണ്, 16 ഡിഗ്രി സെൽഷ്യസ്. വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന്റെ ലൈൻ വരക്കുന്നത് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ്, അത് വരച്ചു. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി വരുന്നത് ഈ ഒരു രീതിക്കാണ് തന്നിട്ടുണ്ട്. അത് 55% ആണ്, അതും വരച്ചു. ആ സ്പോട്ടിൽ തന്നെ എനിക്ക് എന്ത് കിട്ടി, ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ആണ് എൻ്റെ കണ്ടുപിടിക്കാൻ തന്ന പോയിന്റ്. അവിടുത്തെ ബാക്കി എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ വേണ്ടി എവിടത്തേക്ക് പോകണം, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നേരെ റൈറ്റിലേക്ക് പോവുക. അവിടെയാണ് എനിക്ക് കിട്ടിയത് എന്ത്, 0.0086 എന്നിട്ടുള്ള വാല്യൂ കിട്ടിയത്. എന്താൽപ്പി കണ്ടുപിടിക്കാനാണ് ചോദിച്ചതെന്ന് വിചാരിക്കുക. എന്താൽപ്പിന്റെ ലൈന് വരുന്നത് ഇങ്ങനെയാണ് സ്കെയില്. അപ്പോൾ ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന്റെ ലൈനിൽ കൂടെ തന്നെ സ്ട്രെയിറ്റ് വരച്ചാൽ മതി മുകളിലോട്ടേക്ക്. എനിക്ക് വാല്യൂ എത്രയായിരുന്നു കിട്ടിയത്, 45. അവിടുത്തെ എനിക്ക് വാല്യൂ കിട്ടി 45 ആണ്. ആ വാല്യൂ എഴുതി. ഇനി അടുത്ത ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചു. ഈ ഒരു പോയിന്റിലെ കുത്തനെ താഴത്തേക്ക് ഇറക്കുക, ഇതാണ് പോയിന്റ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അതിനും എനിക്കൊരു വാല്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വാല്യൂ എത്ര വരുന്നത്, 21 കാണാൻ പറ്റും. എന്ത് ചെയ്തോളാം, അവിടെ അടുത്ത് എഴുതിക്കോളാം, 21 ഡിഗ്രി സെൽഷ്യസ്.
പിന്നെ എന്തായാലും ചോദിക്കാണ്ട് ഇതിൻ്റെ അകത്ത് ഇവിടുത്തെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ചോദിച്ചതായിരിക്കും. ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ അന്തരീക്ഷത്തിന്റെ അകത്തുള്ള വെള്ളത്തിനെ മൊത്തം ഡ്യൂ ആക്കി മാറ്റുക, അതായത് മഞ്ഞ് തുള്ളികളാക്കി മാറ്റുക. അതിന് വേണ്ട ടെമ്പറേച്ചർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് കണ്ടുപിടിക്കുക. അങ്ങോട്ടേക്ക് പോയാൽ ഉത്തര ബാക്കിലേക്ക് വരിക. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും. നേരെ സ്ട്രെയിറ്റ് ലെഫ്റ്റിലേക്ക് വരിക. നമ്മൾ ഈ കർവിന്റെ അകത്ത് കൂട്ടിമുട്ടുന്ന പോയിന്റിൽ ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും. നോക്കാം അതേതാ ടെമ്പറേച്ചർ. ഇതിൽ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഈ ഒരു പോയിന്റിന്ന് നേരെ ലെഫ്റ്റിലേക്ക് വരിക. ഇതാണ് എനിക്ക് കിട്ടിയ ടെമ്പറേച്ചർ. ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഈ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റിൽ വരുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 10, 11, 12. 12 ഡിഗ്രി സെൽഷ്യസ്. ഞാൻ ആ റൂമിനെ 12 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ എനിക്ക് കിട്ടി 12 ഡിഗ്രി സെൽഷ്യസ്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഞാൻ ഈ റൂമിലെ ടെമ്പറേച്ചറിനെ 12 ഡിഗ്രി സെൽഷ്യസിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ റൂമിൽ വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ ആ കണ്ടന്റ് മൊത്തം എന്താവും മഞ്ഞ് തുള്ളിയായിട്ട് മാറും, അല്ലെങ്കിൽ കണ്ടൻസ് ആയി തുടങ്ങും. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ പിന്നെ നമുക്ക് നിലത്ത് മൊത്തം വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ ഉണ്ടാവും. ഈ ഒരു പ്രത്യേക സംഭവം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിരാവിലെ എണീച്ചിട്ട് നമ്മളെ വണ്ടീന്റെ മുകളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കുറെ വെള്ളത്തുള്ളികൾ കാണാൻ പറ്റും. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ചെടീന്റെ മുകളിലും നമ്മളെ വണ്ടീന്റെ സീറ്റിന്റെ മുകളിലും റൂഫിന്റെ മുകളിലൊക്കെ വെള്ളത്തിന്റെ തുള്ളികൾ കാണാൻ പറ്റും. ആ വെള്ളത്തിന്റെ തുള്ളികൾ കാണാൻ പറ്റുന്നതിന്റെ മെയിൻ കാരണം അതാണ്. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ഏതാണ്ട് ഈ ഒരു അവസ്ഥയിൽ വന്നിട്ടാണുള്ളത്. ചില സമയത്ത് അതിരാവിലെ ഭയങ്കര തണുപ്പുള്ള സമയത്ത് ഏതോ ഒരു ടൈമിൽ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ വരുന്നുണ്ട്. ആ വരുന്ന സമയത്താണ് കുറെ വെള്ളത്തുള്ളികളൊക്കെ കണ്ടൻസ് ആയി പോകുന്നത്. ആ കണ്ടൻസ് ആയ വെള്ളത്തുള്ളികളാണ് നമ്മൾ സീറ്റിന്റെ മുകളിലെല്ലാം മഞ്ഞായിട്ട് കിടക്കുന്നത്, വെള്ളം പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഓക്കെ, അതാണ് നമ്മളെ റിയൽ ലൈഫിലുള്ള എക്സ്പീരിയൻസ് എന്ന് പറയാൻ വേണ്ടി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞൊക്കെ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഇന്റർപ്രിട്ടേഷനിലുള്ള ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള മെയിൻ പ്രോബ്ലംസിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. കുറെ പ്രോസസ്സുകൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ തന്നെ എടുത്തിട്ടുണ്ട്. ഇറേസർ വെച്ചിട്ട് നമുക്കെല്ലാം മായ്ച്ചട. ഇതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോസസ്സുകൾ പഠിക്കാനാവുന്നു. സിമ്പിളാണ്. ഇതുവരെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പറയുന്ന കാര്യങ്ങളും വളരെ സിമ്പിൾ തന്നെയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു ലൈൻ വരയ്ക്കാം. വെറുതെ ഒരു ലൈൻ വരച്ചാന്നേ, ഇനി പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഒരു റെഡ് കളർ ലൈനിങ് കാണാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ കട്ടിയിൽ വരക്കാം. മതിയാണ്, എല്ലാവർക്കും കാണുന്ന രീതിയിൽ നമുക്ക് കുറച്ച് കട്ടിയിൽ വരക്കാം. ഓക്കെ, വെറുതെ ഒരു പ്രോസസ് വരച്ച ഒരു 1 നിന്ന് 2ലേക്കുള്ള ഒരു പ്രോസസ്സ്. എന്താ പ്രോസസ്സ് ഒന്നും അറിയില്ല, പക്ഷെ അതെന്താ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. 1 എന്ന് പറഞ്ഞ പോയിന്റ് നിന്ന് 2 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഒരു പ്രോസസ്സ്. ഓക്കെ, ഇതെന്തായിരിക്കും പ്രോസസ്സ് എന്ന് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും ധൈര്യമായിട്ട്. കാരണം 1ൽ ഒരു ടെമ്പറേച്ചർ ഉണ്ട്. 1ൽ നമുക്ക് കിട്ടിയ ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. 2 എത്തുമ്പോഴത്തേക്ക് അത് മാറിയിട്ട് എത്രയാകുന്നുണ്ട്? 35, 36, 37, ഒരു 38, 38 ഡിഗ്രി സെൽഷ്യസ് ആയി. 1ൽ 15 ഡിഗ്രി സെൽഷ്യസ്. അതിനർത്ഥം ഇത് എന്ത് പ്രോസസ്സാണ് ഇവിടെ നടന്നത്? ഹീറ്റിംഗ് ആണോ കൂളിംഗ് ആണോ? ആ പ്രോസസ്സ് ഞാൻ ചോദിച്ചത്. ചൂടാക്കലാണോ തണുപ്പിക്കലാണോ? 1 നിന്ന് 2ലേക്ക് 15 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു സാധനം 30 ഡിഗ്രി സെൽഷ്യസിലേക്കായി, അതായത് ഹീറ്റിംഗ് ആണ്. ഹീറ്റിംഗ് അവിടെ എന്താണ് നടന്നു? ഓക്കെ, പുഷ്പം പോലെ പറഞ്ഞ ഹീറ്റിംഗ് മാത്രമല്ല ഇനി ഇവിടെ നടക്കുന്നത്. അടുത്തേയും കൂടി നോക്കിക്കോ. ഹീറ്റിംഗ് പ്ലസ് അടുത്ത സാധനം കൂടി നോക്കിക്കോ. നമ്മളെ വെള്ളത്തിന്റെ കണ്ടന്റ് അതാണ് റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ളത്. 1ലുള്ള വെള്ളത്തിന്റെ വേറെ കളർ എടുക്കാം, ഗ്രീൻ എടുക്കാം.
വണ്ണിലുള്ള വെള്ളത്തിന്റെ കണ്ടന്റ് നോക്കണമെങ്കിൽ നേരെ റൈറ്റിലേക്ക് പോയാൽ മതി. ഇവിടെ എനിക്ക് കിട്ടി 0.0006ന്റെ തൊട്ടടുത്താണ്. വാല്യൂ എത്രയാണെന്ന് എന്തെങ്കിലും ആയിക്കോട്ടെ. ടൂവിലുള്ള വെള്ളത്തിന്റെ കണ്ടന്റ് അത് കാണണമെങ്കിൽ ഇങ്ങോട്ടേക്ക് പോവാം. അതായത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, എത്രത്തോളം അവിടെ ഹ്യൂമിഡിറ്റി ഉണ്ട്. ടൂവിൽ നോക്കുമ്പോഴത്തേക്ക് 0.006നെക്കാട്ടിയും കുറച്ചുകൂടെ വലിയൊരു വാല്യൂ ആണ്. 0.012. ഇവിടെ 0.006 എന്ന് വെച്ചാൽ ഹ്യൂമിഡിറ്റി ഒമേഗക്ക് എന്താ പറ്റിയത്? ഒമേഗയും ഇൻക്രീസ് ആയി. അതായത് ഹ്യൂമിഡിറ്റി വാട്ടർ കണ്ടന്റും ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളത്തുള്ളികൾ ഈ എയറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാ എന്തെന്ന്? വെള്ളത്തുള്ളികളെ ആഡ് ചെയ്യുന്നതിന്റെ പേരാണ് ഹ്യൂമിഡിഫിക്കേഷൻ. ഹ്യൂമിഡിറ്റി ആഡ് ചെയ്യുന്ന പരിപാടിന്റെ പേരാണ് ഹ്യൂമിഡിഫിക്കേഷൻ. അപ്പൊ ഇവിടെ നടന്ന പ്രോസസ്സ് എന്താണ്? ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ. അതാണ് ഇപ്പൊ ഞാൻ വരച്ച ഈ പ്രോസസ്സ്. ധൈര്യമായിട്ട് പറയാം. അടുത്തത്, ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പേടിക്കണ്ട, നേരെ ഞാൻ തിരിച്ച് അടുത്ത പരിപാടിയിലേക്ക് പോകുന്നുണ്ട്. ഇത് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കാം. മനസ്സിലായ ആൾക്കാർ മനസ്സിലായ ആൾ തന്നെ നിന്നോ. ഇത് ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, ഞാൻ അടുത്തൊരു പ്രോസസ്സും കൂടി വരയ്ക്കുക. ഞാൻ ഇപ്രാവശ്യം കൊടുക്കുന്നത് 1 എന്ന് പറഞ്ഞ പോയിന്റിനാ. 1 ഞാൻ ഇവിടെ കൊടുത്തു, 2 ഞാൻ താഴത്തും കൊടുത്തു. എന്നിട്ട് ഇങ്ങനെയാക്കി ഏറോ മാർക്ക് ഒന്ന് മാറ്റി കൊടുത്തു. 1 നിന്ന് 2ലേക്കുള്ള പ്രോസസ്സ് ഏറോ മാർക്ക് മാറ്റി ഞാൻ നേരെ ഉൾട്ടിയാക്കി. ബാക്കിയെല്ലാം വരച്ചതൊക്കെ സെയിം തന്നെയാണ്. അപ്പൊ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 1ലുള്ള വാല്യൂ എത്രയാണ്. 1ലുള്ള ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയാം 1ൽ വരുന്ന ടെമ്പറേച്ചർ ഏതാണ്ട് ഒരു 37 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. 2ലുള്ള ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ നോക്കിയാൽ എനിക്കറിയാം 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് 37 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു സാധനത്തിനെ ഞാൻ 15 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അവിടെ എന്ത് നടന്നു? കൂളിംഗ് നടന്നു. പ്ലസ് കൂളിംഗ് മാത്രമല്ല, ഇനി അടുത്തും കൂടി നോക്കാം. അടുത്ത് നോക്കുകയാണെങ്കിൽ 1ലുള്ള വെള്ളത്തിന്റെ കണ്ടന്റ് നോക്ക്. റൈറ്റ് സൈഡിലേക്ക് പോയാൽ മതി. 1ലുള്ള വെള്ളത്തിന്റെ കണ്ടന്റ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി. 1ലുള്ള വെള്ളത്തിന്റെ കണ്ടന്റ് ഞാൻ നോക്കി. അവിടെ നോക്കുമ്പോഴത്തേക്ക് 0.012 ആണ്. 2ലുള്ള കണ്ടന്റ് നോക്കി, വെള്ളത്തിന്റെ കണ്ടന്റ് നേരെ റൈറ്റിലേക്ക് പോയി. അവിടെ നോക്കുമ്പോൾ 0.006ന്റെ താഴത്താണ്. എന്ന് വെച്ചാൽ എന്ത് സംഭവിച്ചു? വെള്ളത്തിന്റെ കണ്ടന്റിനെ ഞാൻ കുറച്ചു, ഒമേഗനെ ഞാൻ കുറച്ചു. അതായത് അതിന്റെ പേരെന്താ? ഒമേഗ കൂട്ടുന്നത് അല്ലെ, വെള്ളത്തിന്റെ കണ്ടന്റ് കൂട്ടുന്നതിനെ ഞാൻ ഹ്യൂമിഡിഫിക്കേഷൻ എന്നാ പറഞ്ഞത്. അപ്പോ വെള്ളത്തിന്റെ കണ്ടന്റ് കുറക്കുന്ന പരിപാടിക്ക് എന്താ പറയാ? ഹ്യൂമിഡിഫിക്കേഷൻ. ഹ്യൂമിഡിഫിക്കേഷൻ കഴിഞ്ഞു. സിമ്പിൾ. പുഷ്പം. ഇവിടെ നടന്ന പ്രോസസ് ആണ് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. കഴിഞ്ഞു. ഇനി ഇതല്ല, അടുത്ത പ്രോസസ് എടുക്കാം. നമ്മൾ മുകളിലോട്ടേക്കും താഴത്തേക്കൊക്കെ ഇറങ്ങി വേറൊരു വഴി കൂടെ പോവാം. നമുക്ക് ഈ RACന്റെ അതുള്ള ഏറ്റവും സിമ്പിൾ ഭാഗങ്ങളാണ് ഇത്. ജസ്റ്റ് ഒരു ഗ്രാഫിന്റെ അകത്ത് ചിത്രം വരയ്ക്കാൻ മാത്രം അറിഞ്ഞാൽ മതി, ബാക്കിയൊന്നും വരേണ്ട ആവശ്യമില്ല. വേറൊരു പ്രോസസ് ഞാൻ വരയ്ക്കാം. വേറൊരു പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരക്കാം. വേറൊരു പ്രോസസ്സർ 1നെ ഞാൻ തൽക്കാലം ഇവിടെ കൊടുത്തു. ഇതാണ് എൻ്റെ 1, ഇതാണ് എൻ്റെ 2. 1 നിന്ന് 2ലേക്കുള്ള പ്രോസസ്സ് നോക്കിക്കോ എന്താ നടക്കുന്നത്. 1ലുള്ള ടെമ്പറേച്ചർ ഞാൻ നോക്കുന്നു. 1ലുള്ള ടെമ്പറേച്ചർ ഞാൻ കുത്തനെ താഴത്തേക്ക് ഇറക്കി നോക്കുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടി 15, 16, 17, 18. ഏതാണ്ടുള്ള വാല്യൂസ് ആണ് ഞാൻ പറയുന്നുള്ളൂ. ഏതാണ്ട് വരുന്നത് 18 ഡിഗ്രി സെൽഷ്യസ് ആ 1ൽ. ഇനി 2ലുള്ള കാര്യം ഞാൻ നോക്കുന്നു. 2ൽ ഞാൻ കുത്തനെ താഴത്തേക്ക് ഇറക്കി നോക്കി. അപ്പൊ 35, 36, 37, 38 ഡിഗ്രി സെൽഷ്യസ് ആ കാണുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ഒറ്റ മണ്ഡലത്തിൽ പറഞ്ഞ എന്താ സാധനം? ഇവിടെ ചൂടാക്കൽ നടന്നിട്ടുണ്ട്, ഹീറ്റിംഗ് ആൻഡ്. അടുത്ത സാധനം നോക്കിക്കോ, അടുത്ത വെള്ളത്തിന്റെ കണ്ടന്റിലേക്ക് പോയിക്കൊള്ളാം. വേറെ ഒന്നുമല്ല നോക്കണ്ടേ, ടെമ്പറേച്ചർ നോക്കിക്കോളാം, പിന്നെ വെള്ളം നോക്കിക്കോളാം.
വെള്ളത്തിന്റെ കണ്ടന്റ് ഞാൻ 1ലേക്ക് നോക്കുന്നു. 0.0012 012 2ല് വരുന്നത് 0.004. അതിനർത്ഥം ഇവിടെ എന്താ സംഭവിച്ചേ? വെള്ളത്തിന്റെ കണ്ടന്റ് കുറഞ്ഞു. അതിനർത്ഥം ഹീറ്റിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. സിമ്പിൾ. ആ പ്രോസസ്സ് ഞങ്ങൾ പഠിച്ചു. അടുത്ത പ്രോസസ്സ് ഇതൊന്നും അല്ലാത്തതിന് അടുത്തൊരു വെറൈറ്റി പ്രോസസ്സ് ഞാൻ മാർക്ക് ചെയ്യാൻ വേണ്ടി പോവാം. സമയമായിട്ടില്ല, സമയമായി. നാളെ സാറില്ല. ഒരൊറ്റ കാര്യം കൂടി പറയുള്ളൂ, സിമ്പിൾ കാര്യം. ആര് നിർത്തിപ്പോയത്? അടുത്തൊരു ഈ ഒരു പ്രോസസ്സും കൂടി പറഞ്ഞിട്ടാണ് നിർത്താം. കാണാൻ പറ്റിയായിരിക്കും. പ്രോസസ് ചെയ്യാൻ വരട്ടെ. സ്ട്രെയിറ്റ് ലൈനാണ്, ഹൊറിസോണ്ടൽ ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ ഹൊറിസോണ്ടൽ. ഓക്കെ, ഇതാണ് എൻ്റെ 1. അതേപോലെ തന്നെ ഇപ്പുറ സൈഡാണ് എൻ്റെ 2. നോക്കുക, 1ലുള്ള കാര്യം നോക്ക്. 1ൽ ടെമ്പറേച്ചർ നോക്കി, ഏതാണ്ട് 17 വിചാരിക്കും. 2ലുള്ള ടെമ്പറേച്ചർ നോക്കി, ഏതാണ്ട് 40 ഉണ്ട്. അപ്പൊ 1ന്ന് 2ലേക്ക് എന്ത് നടന്നിട്ടുണ്ട്? ഹീറ്റിംഗ് നടന്നിട്ടുണ്ട്. ഇനി ഹ്യൂമിഡിഫിക്കേഷൻ ഉണ്ടോ? ഹ്യൂമിഡിഫിക്കേഷൻ ഉണ്ടോ എന്ന് തുറച്ചു നോക്കുക. 1ലും 2ലും നമുക്ക് ഒരേ ലൈനാണ്, ഒരു വ്യത്യാസവും ഇല്ല. 1ലും 2ലും സെയിം ലൈനാണ്. അപ്പൊ വെറും ഹീറ്റിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ. വെറും ഹീറ്റിങ്ങിനെ നമ്മൾ വെറും ഹീറ്റിംഗ് എന്നല്ല പറയേണ്ടത്. അതിന് ഇംഗ്ലീഷ് പറയുമ്പോഴത്തേക്ക് അതെന്താവും? സെൻസിബിൾ ഹീറ്റിംഗ് ആവും. കാരണം നമുക്ക് തെർമോമീറ്റർ വെച്ച് കഴിഞ്ഞാൽ എന്താക്കാൻ പറ്റും? റീഡിങ് കിട്ടും, സെൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിന്റെ പേരാണ് സെൻസിബിൾ ഹീറ്റിംഗ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഹ്യൂമിഡിഫിക്കേഷനും ഇല്ല, ഡീഹ്യൂമിഡിഫിക്കേഷനും ഇല്ല, സെൻസിബിൾ ഹീറ്റിംഗ് ആണ് ഇവിടെ. അപ്പൊ അതോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഇതൊരു ബേസിക് ക്ലാസ് ആയിരുന്നു. എല്ലാവരും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഓടിച്ചു വിട്ട് നോക്കുക വീഡിയോസ്. നമുക്ക് അറ്റൻഡൻസിലേക്ക് പോവാം.